ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഖത്താര പ്രവിശ്യയിലാണ് ആക്രമണം. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുതന്നെയാണ്. അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. ആ പ്രതികരണം പ്രധാനമാണ്. കാരണം ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ആക്രമണം നിർത്തിവെക്കും, വെടിനിർത്തലുണ്ടാകുമെന്നുള്ള സൂചന ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഖത്തറിൽ കയറി ഹമാസ് നേതാക്കളെ ഇസ്രായേൽ വധിക്കുന്നത്. ടി സയ്യിദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സയ്യിദ്, വളരെ പ്രധാനപ്പെട്ട നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രിസിഷൻ അറ്റാക്ക് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് ജനങ്ങളെ അല്ലെങ്കിൽ മറ്റ് ജനവാസ മേഖലകൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല, കൃത്യമായി തന്നെ ഹമാസ് നേതാക്കൾ ലക്ഷ്യം വെക്കുകയും സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണോ? അതുതന്നെയാണ് ലക്ഷ്യമിട്ടത്. ഇത് കൃത്യമായ ഒരു നയതന്ത്ര നടപടികൾ ഒരു ഘട്ടം ഫലം കാണാതെ വരുമ്പോൾ ഇസ്രായേൽ നടത്തിയ സുപ്രധാനമായ ഒരു സൈനിക നീക്കം എന്ന തരത്തിൽ തന്നെയാണ് ഇതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വ്യാഖ്യാനിക്കുന്നത്. ഇതോടുകൂടി പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് കൂടി കടക്കുന്നു എന്നതാണ് സാഹചര്യം. അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നീക്കം, ഈ മധ്യസ്ഥ ചർച്ചകൾ ഫലം കാണുന്നു എന്ന ചില സൂചനകൾ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷ പ്രശ്നങ്ങളിൽ ഒരു വെടിനിർത്തലും അതിന് തുടർച്ചയായി സമാധാന ശ്രമങ്ങളും ശക്തിയായി മുന്നോട്ട് പോകുന്നു എന്നതായിരുന്നു സൂചനകൾ. പക്ഷേ അത് പൂർണ്ണമായി തന്നെ അസ്തമിക്കുന്ന തരത്തിലേക്ക് പുതിയ സാഹചര്യങ്ങൾ നീണ്ടു എന്നതാണ് അവസ്ഥ. എന്തുകൊണ്ട് ഖത്തറിൽ ഉണ്ടായിരുന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ ഇത്തരമൊരു സൈനിക നീക്കം നടത്തി എന്നതാണ് ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുന്നത്. അതിന് ഇസ്രായേലിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അത് ഖത്തർ എന്ന രാജ്യത്തെയോ അവിടുത്തെ സാധാരണ ജനങ്ങളെയോ അല്ല ഒരു ഘട്ടത്തിലും ലക്ഷ്യം വെച്ചത്, എന്നാൽ ഹമാസ് നേതാക്കളെ തന്നെയാണ്. അത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയിരുന്നു. അമേരിക്കയും ഇസ്രായേലും ഇത് സംബന്ധിച്ച് ഹമാസിന് നേരത്തെ തന്നെ ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ആ മുന്നറിയിപ്പുകൾ പൂർണ്ണമായി അവഗണിച്ചത് കൊണ്ടുകൂടിയാണ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്നതാണ് അവരുടെ ന്യായീകരണം. ബെഞ്ചമിൻ നെതന്യാഹു അടക്കം തങ്ങളുടെ സൈനിക നീക്കം സ്ഥിരീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ കൂടി അറിവോടെ അവരുടെ പിന്തുണയോടുകൂടിയായിരുന്നു ഈ നീക്കം. സൈനിക നീക്കത്തിന് മുമ്പ് തന്നെ അമേരിക്കൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് അമേരിക്ക നൽകിയിരുന്നു. വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുത് എന്ന അറിയിപ്പുകളടക്കം നൽകുകയും ചെയ്തിരുന്നു. ആ തരത്തിലാണ് ഈ സൈനിക നീക്കം നടത്തിയത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഖത്തറിന് അനുകൂലമായ മറ്റു ചില രാജ്യങ്ങൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, UAE അടക്കമുള്ളവർ പൂർണ്ണമായും ഖത്തറിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതോടുകൂടി ഇതുവരെ നടത്തിയിരുന്ന മധ്യസ്ഥ ചർച്ചകളിൽ നിന്നും തങ്ങൾ പൂർണ്ണമായി പിന്മാറുന്നതായി ഖത്തറും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി മുതൽ ഖത്തറിന്റെ മധ്യസ്ഥത ഈ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളിൽ ഉണ്ടാവില്ല. ഇസ്രായേൽ ഹമാസ് തർക്ക വിഷയങ്ങളിലൊന്നും ഇനി മുതൽ ഉണ്ടാവില്ല എന്നതാണ് സാഹചര്യം. അതായത് ഇപ്പോൾ നടത്തിയ ഈ ആക്രമണത്തിന് ഇസ്രായേലും അമേരിക്കയും മറ്റു ചില കാരണങ്ങൾ കൂടി കണ്ടെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജെറുസലേമിന് നേരെ നടത്തിയ അക്രമത്തിനുള്ള മറുപടി എന്ന രീതിയിൽ കൂടിയാണ് ഈ ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഈ നീക്കത്തിൽ അവർ നൽകുന്ന ന്യായീകരണം. അതായത് മധ്യസ്ഥ ചർച്ചകൾ സഹിത്ത് അവിടെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു ഖത്തറിൽ. അത് കുറേ നാളുകളായി ഖത്തറാണ് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. പലതരത്തിലുള്ള അനധികൃത ശ്രമങ്ങൾ സംഭവിച്ചിരുന്നു. പക്ഷേ സമീപകാലത്തുണ്ടായ പലവിധ സംഭവ വികാസങ്ങൾ, ഇപ്പോൾ ബന്ദികളുടെ മോചനവുമൊക്കെയായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് ചില പരാതികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അമേരിക്ക ഇടപെട്ടാലും ഖത്തർ ഇടപെട്ടാലും തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കും വരെ ഈ ആക്രമണം തുടരുമെന്ന കാര്യമാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ പ്രദേശത്ത് കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അത് കൃത്യമായി കണക്കാക്കി ഒരുപക്ഷെ അമേരിക്ക പോലും അറിഞ്ഞുള്ള ഒരു അറ്റാക്ക് ആയിരിക്കണം. തീർച്ചയായും അത്തരം ആലോചനകൾക്കൊടുവിൽ നടത്തിയ നീക്കമാണ്. കാരണം ഖത്തറിൻ്റെ പ്രദേശത്ത് കയറി ഒരു സൈനിക നീക്കം നടത്തുമ്പോൾ, ഒരു വ്യോമാക്രമണം നടത്തുമ്പോൾ അതുണ്ടാക്കാവുന്ന നയതന്ത്ര പ്രശ്നങ്ങളും അന്താരാഷ്ട്ര പ്രശ്നങ്ങളും ഒക്കെ തീർച്ചയായും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. ഒരിക്കലും അവിടുത്തെ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടോ സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടോ ഖത്തറിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടോ ഉള്ള ഒരു നീക്കമല്ല എന്നതാണ് ഇസ്രായേൽ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന ന്യായീകരണം. അതിൽ ഹമാസ് നേതാക്കളെ തന്നെയാണ് ലക്ഷ്യമിട്ടത്. അതിൻ്റെതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. മുമ്പും പലവട്ടം ചില സമാധാന ശ്രമങ്ങൾ നടത്തിയിട്ടും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാവുന്നു. ഇതുതന്നെയാണ് ഈ സൈനിക നീക്കത്തിന് പ്രേരിപ്പിച്ച ഘടകവും. ഇതാണ് അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കുന്ന കാര്യവും. എന്തായാലും ഇക്കാര്യത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തം അവർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക അവരുടെ പൗരന്മാർക്ക് അടക്കം പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. സൈനിക നീക്കത്തിന് മുമ്പായി തന്നെ കെട്ടിടങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഈ ദോഹയിലെ അറ്റാക്ക് സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ചും ആശങ്കപ്പെടുന്ന ഘടകങ്ങൾ നിരവധിയുണ്ട്. കാരണം മലയാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഇടമാണ്
ദോഹ അടക്കമുള്ള മേഖലകൾ ഖത്തറിൽ കൂടുതലായും മലയാളികളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത് പൊതുവിൽ ആശങ്കയുയർത്തിയ കാര്യമാണ്. പക്ഷേ ആ ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നതാണ് നിലവിലുണ്ടാവുന്നത്. ചില കെട്ടിടങ്ങളുടെ തകർച്ചയ്ക്കുണ്ട്, പക്ഷേ അത് മലയാളികൾ താമസിക്കുന്ന മേഖലകളിലൊന്നും ഒരു നാശനഷ്ടമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ്. ഒരു പ്രധാന നേതാവിൻ്റെ മരണം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടി ഇത് സ്ഥിരീകരിക്കാൻ ഇതുവരെ ഖത്തറോ ഹമാസ് നേതാക്കളോ തയ്യാറായിട്ടില്ല.